ബാക്ക്. അമാൻസ് മോം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകൊരു ഹാപ്പി ന്യൂ ഇയറും നേരുന്നു. കഴിഞ്ഞ വീഡിയോസിൽ എല്ലാവരും നല്ല കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്രൈഡേ ഡിഷ് ഉണ്ടാക്കുന്ന ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വൈകി പോയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മംഗളൂർ ബീഫ് ബിരിയാണി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മംഗളൂർ ബിരിയാണിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാ. 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 3 തക്കാളി, 2 വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഗാർലിക്ക്, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു 3 ഗ്ലാസ് അരി. അത് ചെറിയ കയമ അരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളിതാ ഈ പൊടി ഐറ്റംസ് മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, കറാമ്പട്ട, കറാമ്പൂവ്, ഇതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 പച്ചമുളകും ഒരു പകുതി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടുത്തെ നന്നായിട്ടും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മിക്സിയിൽ. 1/2 കിലോ ബീഫാണിത്. അത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഒരു 5-6 വിസിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അത് 3ഉം ചേർത്ത് അത്യാവശ്യം വേണ്ട ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ വേവെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അല്പം വെള്ളം. അപ്പോൾ കുക്കറിൽ ഒരു 6 വിസിൽ വരുത്തിയിട്ടുണ്ട്. അതാ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലി, സാജീരകം, പെരുംജീരകം, പട്ട, കറാമ്പൂ അതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു പൊടിയാണ് ഈ ബിരിയാണീൻ്റെ തന്നെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് വറുത്ത് പൊടിക്കുക കേട്ടോ. ഇനി നമുക്കിത് അവിടെ നന്നായിട്ട് നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഒക്കെ നല്ല കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നാലേ നമുക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല മസാലക്ക്. അത് നിങ്ങൾക്ക് ഒരുപാട് ഉള്ളി ഉണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ടും എടുക്കാം കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് വേണ്ട തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ട കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നാണെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ട നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു ടേസ്റ്റ് ആയിരിക്കും ദമ്മിടുന്ന സമയത്ത്. ഇനി അതിലേക്ക് പൗഡറെല്ലാം ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ തന്നെ എടുക്കണം കേട്ടോ. 1 സ്പൂണ് കുരുമുളക് പൊടിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മസാല കൂട്ടുണ്ടാവാം. അപ്പോൾ അതിലേക്കാണ് ഇനി നമ്മൾ ചോറ് ഇട്ട് കൊടുക്കേണ്ടത് ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, മലപ്പുറം ദം ബിരിയാണി. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ റൈസ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിച്ചിട്ടില്ല ഈ പ്രാവശ്യം. അപ്പോൾ നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഈ റൈസിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി പൊരിച്ച പിസ്തയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മളത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ദമ്മിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ഇപ്പോൾ സെറ്റായി കാണാം. അപ്പോൾ ഈ മംഗളൂർ ബിരിയാണിയുടെ മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മളിന്ന് പോകുന്നത് സീബു സൂക്കിലേക്കാണ്. സീബു സൂക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിലെ മിഠായിത്തിലെ പോലത്തെ ഒരു സ്ഥലമാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സീബു സൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മിഠായി തെരുവ്, നമ്മുടെ ടൗണാണ്. അപ്പോൾ ഇവിടുത്തെ ടൗൺ നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ്